വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മുടെ ടൗൺ ഹാളിൽ ഒരു സ്റ്റാമ്പ് കളക്ഷൻ, പോസ്റ്റൽ സ്റ്റാമ്പ് കളക്ഷൻ്റെ ഭയങ്കര വലിയൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണമെന്ന്. ഓക്കെ, ഇത് നടത്തിയിരിക്കുന്നത് എറണാകുളം ടൗൺ ഹാളിൽ വെച്ചാണ് ഈ എക്സിബിഷൻ നടത്തിയിരിക്കുന്നത്. ഇത് എല്ലാ വർഷം ചെയ്യുന്ന കേട്ടോ. ഞാൻ ചുമ്മാ ഒന്ന് പേപ്പർ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു എക്സിബിഷനെ പറ്റിയിട്ട് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഇതുവരെ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഇങ്ങനത്തെ ഒരു എക്സിബിഷനിൽ ഞാൻ വന്നിട്ടില്ല. അപ്പോൾ എനിക്കിവിടെ വരാനും എന്തൊക്കെയാണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്നു. അപ്പോൾ വന്നപ്പോഴത്തേക്കും ഇഷ്ടം പോലെ സ്കൂളിൽ നിന്ന് പിള്ളേർ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്കൂളിൽ പിള്ളേരൊക്കെ ഇതൊക്കെ വന്ന് കാണുന്നത് വളരെ നല്ല. കാരണം നമ്മുടെ സമയത്തൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇതൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. ഇൻലെൻസ്, പോസ്റ്റ് കാർഡ്, സ്റ്റാമ്പ്സ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു സാധനം അറിയില്ല കേട്ടോ. അതായത് നമ്മൾ ഇൻലൻഡും പിന്നെ ഈ പോസ്റ്റ് കാർഡ്, സ്റ്റാമ്പൊക്കെ എന്തിനാണ് യൂസ് ചെയ്യണത്, ഇതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ല. ഇപ്പോഴൊക്കെ അവർ ഫ്രണ്ട്സായിട്ടൊരു കോണ്ടാക്ട് ചെയ്യാനും പിന്നെ റിലേറ്റീവ്സായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനൊക്കെ ആണെങ്കിൽ ഇവരൊക്കെ യൂസ് ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഒക്കെയാണല്ലോ, വാട്സപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വാട്സപ്പ്, ലാപ്ടോപ്പൊക്കെയാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് ഓരോരുത്തരായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരുന്നത്, ഇങ്ങനെ ഒരു വഴി കാണിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ബോക്സുകൾ, പിന്നെ ലെറ്റേഴ്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വാൻ, ഇതെല്ലാം അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞാൻ പോയത് അവിടെ സ്റ്റാമ്പുകളൊക്കെ കളക്ഷൻ വെച്ചിരിക്കുന്ന സെൻറ്ററിലേക്കാണ് കേട്ടോ. ഇത് എൻട്രി ഫ്രീ ആണ്, ഇവിടെ ഒരു പേയ്മെൻറ്റ് ഒന്നുമില്ലായിരുന്നു. സ്റ്റാമ്പുകളൊക്കെ എന്ന് വെച്ചാൽ എനിക്കൊന്ന് വളരെ ആദ്യം മുതൽ സ്റ്റാമ്പ് എപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പം മുതലുള്ള സ്റ്റാമ്പിൻ്റെ കളക്ഷൻസ് ആട്ടോ ഇവിടെ ഇവർ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന എല്ലാ തരം ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ കുറേയൊക്കെ എന്താ ഗാന്ധിജിയുടെയും അങ്ങനെ ഓരോരോ ലൈക്ക് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഒക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് ഒരുപാട് ടൈപ്സ് ഓഫ് സ്റ്റാമ്പ്, പിന്നെ പല വെറൈറ്റി ഓഫ് ഇൻലെൻസ്, പോസ്റ്റ് കാർഡുകൾ. ഓരോ വർഷങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ പോസ്റ്റ് കാർഡിലൊക്കെ കുറേ വ്യത്യാസങ്ങളൊക്കെ വരില്ല. അപ്പോൾ അങ്ങനത്തെ പല ടൈപ്പ് പോസ്റ്റ് കാർഡ്സും ഇൻലെൻസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഓരോ ഇൻലെൻഡും പോസ്റ്റ് കാർഡിൻ്റെ കളേഴ്സൊക്കെ ഭയങ്കര വ്യത്യാസമായിരുന്നു കേട്ടോ. അവിടെ ഇതൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടൊരു പെർട്ടിക്കുലർ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങോട്ടൊന്നും അത്രയും പോയില്ല. പിന്നെ ഇത് വേൾഡ് വാർ ടൈമിൽ യൂസ് ചെയ്തിരുന്ന ഇൻലെൻസ് ഒക്കെ ആട്ടോ. വേൾഡ് വാർ 2, അങ്ങനെ വേൾഡ് വാർ 1, അങ്ങനെ ഓരോരോ സമയങ്ങളിൽ യൂസ് ചെയ്തതൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സത്യം പറഞ്ഞാൽ. ഈ PSC ഒക്കെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ വളരെ നല്ലതാട്ടോ. ഞാനും കുറേ PSC എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പഠിച്ചത് കൊണ്ട് എനിക്കിത് കണ്ടപ്പോൾ ആ സമയത്ത് പഠിച്ച ഒരു ഓർമ്മയിൽ ഓരോരോ വാക്കുകളൊക്കെ ഇത് കാണുമ്പോഴാണ് എനിക്കത് അതായിട്ട് റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്ത് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത് ഞാൻ. പിന്നെ ഓരോ കാര്യങ്ങൾക്കുള്ള പോസ്റ്റ് കാർഡ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. വേൾഡ് വാർ 1, 2, പിന്നെ ഒരു കിങ്ങോ അല്ലെങ്കിൽ ഒരു ഭരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും മരിച്ചു പോവുകയാണെങ്കിൽ അവരുടെ മരണത്തെ സംബന്ധിച്ചുള്ള ന്യൂസസ് ഓരോരുത്തരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് യൂസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ പോസ്റ്റ് കാർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെർനാക്കുലർ പോസ്റ്റ് കാർഡ്സ് ഉണ്ടായിരുന്നു, അതായത് പ്രാദേശിക ഭാഷയിലുള്ള പോസ്റ്റ് കാർഡുകൾ. അങ്ങനെ മലയാളം ഭാഷയിലുള്ള പോസ്റ്റ് കാർഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ വെർനാക്കുലർ എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ PSC പഠിക്കുമ്പോഴൊക്കെ ആ ഒരു ഓർമ്മയിലാട്ടോ ഞാൻ എടുത്ത. കാരണം മോർണിംഗ്, അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ മരിച്ചതിൻ്റെ കാര്യങ്ങൾ ഓരോരുത്തരെ അറിയിക്കാൻ വേണ്ടി. ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെക്സ് ഒട്ടിക്കൽ, ഫോൺ വിളിച്ച് പറയലൊക്കെ ആണല്ലോ. അപ്പോഴൊക്കെ എന്ന് വെച്ചാൽ ഈ ഇൻലൻഡ് പോസ്റ്റ് കാർഡൊക്കെ അയക്കുക, അതിനൊക്കെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് പോസ്റ്റ് കാർഡ് ഉണ്ട്. പിന്നെ ഫീസ് ലേറ്റായിട്ട് അടക്കുക അല്ലെങ്കിൽ പേ ചെയ്യാത്തതിൻ്റെ അങ്ങനത്തെ ഒരു പോസ്റ്റ് കാർഡ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ അവിടെ വായിച്ച് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്ന രീതിയിലൊക്കെ ആട്ടോ ഇത് പറയുന്നത്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ പറയാൻ അവിടെ ആൾക്കാർ, പക്ഷെ അവിടെ ഒറ്റനെ സ്കൂളിൽ പിള്ളേരൊക്കെ ആയതുകൊണ്ട് ഞാൻ അത്ര വലിയ ശല്യപ്പെടുത്താനൊന്നും നിന്നില്ല. അപ്പോൾ കണ്ടോ പല റൂളേഴ്സ്, അതായത് രാജാക്കന്മാരുടെയൊക്കെ ഫേസുള്ള സ്റ്റാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇത്രയും ടൈപ്പ് സ്റ്റാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ ചില സ്റ്റാമ്പുകളൊക്കെ ഡിസൈനിൽ വ്യത്യാസം വരുമ്പോഴൊക്കെ റിജക്റ്റായി പോണ കേസസ് ഉണ്ട് കേട്ടോ. അതാണ് ഇത്. ശരിക്കും ഇങ്ങനെയാണ് അവർ പറഞ്ഞ ഡിസൈൻ വരേണ്ടിയിരുന്നത്. പക്ഷേ കുറേ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ബാക്കിൽ എന്തോ ലൈൻ എന്തോ
വ്യത്യാസങ്ങൾ വന്നതിൽ എറേഴ്സ് വന്നിട്ട് ഇത് റിജക്റ്റായി പോകുന്ന കേസസ് ആണെന്ന് എനിക്ക് തോന്നണം. ഇവിടെ എനിക്ക് പറഞ്ഞുതരാൻ ആരുമില്ല, എനിക്ക് വായിച്ച് മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ ആട്ടോ ഞാൻ എടുക്കുന്ന വീഡിയോ. സത്യം പറയുന്നത് പിള്ളേരെല്ലാവരും കാണേണ്ട കാര്യങ്ങളാട്ടോ. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർ ഈ മെയിലും വാട്സപ്പും ഒക്കെ ചെയ്തിട്ടാണ് ഫ്രണ്ട്സായിട്ട് ഫാമിലി ആയിട്ടൊക്കെ കോൺടാക്ട് ചെയ്യുന്നത്, കോൾസ് ത്രൂ ഒക്കെ. പക്ഷെ പണ്ടൊക്കെ നമുക്കൊക്കെ ഓരോ ഇൻവെൻറ്റും പോസ്റ്റ് ലെറ്ററൊക്കെ വെച്ചിട്ടായിരുന്നു. പിന്നെ ഇത് വരുന്നത് നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്ത പിംഗല്യ വെങ്കയ്യയുടെ സ്റ്റാമ്പാണ്. പിന്നെ ലേഡീസിൻ്റെ അതായത് എയർഫോഴ്സിൻ്റെ ഒക്കെ സ്റ്റാമ്പ്, പിന്നെ ഓരോരോ റൂളേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ ആൾക്കാരുടെ അവരുടെയൊക്കെ ഫേസിലുള്ള സ്റ്റാമ്പുകളൊക്കെയാണ്. പിന്നെ യുനെസ്കോ ഹെറിറ്റേജിലൊക്കെ വരുന്ന ഓരോ ആനിമൽസിൻ്റെയും യുനെസ്കോ ഇതിൽ വരുന്ന ഓരോ പ്ലേസസിൻ്റെ സ്റ്റാമ്പുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചില സ്റ്റാമ്പുകളിലൊക്കെ വലിപ്പമൊക്കെ ഭയങ്കര വലിയ വലിപ്പമാണ് കേട്ടോ. പിന്നെ ഇത് ചിൽഡ്രൻസ് ഡേ എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി, അന്ന് മുതലുള്ള സ്റ്റാമ്പ്. പിന്നെ ആദ്യമായിട്ട് സിഗ്നേച്ചർ വെച്ചിട്ടുണ്ടാക്കിയ സ്റ്റാമ്പ്, അത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ബർത്ത്ഡേന് സമയത്തുള്ളതാണ്. പിന്നെ ഫസ്റ്റ് ഫോറിനേഴ്സ് സ്റ്റാമ്പ്, ഇതൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേയിൽ വരുന്നത്. പിന്നെ ഫസ്റ്റ് ഫ്രേഗ്രൻസ് സ്റ്റാമ്പ്, അതായത് സാൻഡൽവുഡിൻ്റെ സ്മെല്ല് വരുന്നത്. പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഫൗണ്ടേഴ്സിൻ്റെ സ്റ്റാമ്പുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയാട്ടോ സത്യം പറഞ്ഞാൽ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ശരിക്കും പഠിക്കാനുള്ള കുറേ കാര്യങ്ങൾ, പഠിക്കാനല്ല അറിവ് നേടാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോഴത്തെ പിള്ളേർ ഈ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിയണം, പണ്ട് ആൾക്കാർ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നതൊക്കെ. അപ്പോൾ ഇത് വളരെ നല്ലൊരു സംഭവമാണ്. പണ്ട് തുടങ്ങി നടക്കാറുണ്ടായിരുന്നു, ഞാൻ ഇടയ്ക്കാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. അപ്പോൾ ടിൽ ദെൻ ടാറ്റ ബൈ.